അയാൾ ഇനി ശല്യമായിട്ട് വരുമോ? ഇന്ദ്രനോട് ഫോണിൽ സംസാരിക്കാത്ത സീതയെ അർച്ചന വിമർശിക്കുന്നു. നീ കല്യാണം കഴിക്കാതെ നടക്കുന്നത് എന്റെ ഏട്ടൻ മനുഷ്യനല്ലല്ലോ. അധികാരം ഉപയോഗിച്ച് തന്റെ പ്രോജക്റ്റുകൾ നിർത്തലാക്കിയ സീതയ്ക്ക് മുന്നറിയിപ്പുമായി പ്രതാപൻ. ഞാൻ ഈ റോഡിലൂടെ നടക്കുന്നത് രാമനുമായി വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയാണെന്ന് വീര സീതയെ നേരിൽ അറിയിച്ചു. ഞാൻ ശ്രീഹേട്ടന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? രാമൻ സീതയെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. തുടർന്ന് കാണുക. അപ്പുസേ, ഓ അയ്യോ പാമ്പ്, അയ്യോ അയ്യോ, ഞാൻ പേടിച്ചു പോയല്ലോ മോളെ. ശരിക്കും പാമ്പാണെന്ന് ഞാൻ വിചാരിച്ചേ. അയ്യോ, ശരിക്കുള്ള പാമ്പ് വന്നാലും ഞങ്ങൾ കണ്ണു കാണാൻ വയ്യാത്തവർക്ക് അതൊരു പ്രശ്നമല്ല അപ്പുസേ. ആരെയായാലും പാമ്പ് കൊത്തും. ആട്ടെ, ഇത് ആരാ വാങ്ങിത്തന്നേ? സീതമ്മയാണോ? അയ്യോ, സീതമ്മ ഇതൊന്നും വാങ്ങിത്തരത്തില്ല. ഇത് അമ്മൂസ വാങ്ങിത്തന്നെ. എന്നിട്ട് പറഞ്ഞോ അപ്പൂസിനെ പേടിപ്പിച്ചോളാൻ? ഇല്ല. എന്തായാലും കൊള്ളാം. മോൾ ഇവിടെ ഇരുന്ന് കളിച്ചോട്ടോ. വന്നല്ലോ. ആരാ? ചോദിച്ചത് കേട്ടില്ലേ? വന്നത് ആരാന്ന്?
അപ്പുസേ, ഓ എന്താ മോളെ? ഈ വീടിനകത്ത് ആരോ കേറിയിട്ടുണ്ട്. ഓ ഇതിനകത്ത് ഇപ്പൊ ആര് കയറാനാ മോളെ? അങ്ങനെയല്ല അപ്പുസേ, എനിക്ക് മണം കിട്ടിയതാ. ഈ വീട്ടിലുള്ള ആരും അല്ല വന്നത്, മറ്റാരോ. വേറെ ആര് പോരാനാ മോളെ? ആരോ വന്നിട്ടുണ്ട് അപ്പുസേ. അയാളിന്റെ അടുത്തൂടെ പോയതാ. ഹേയ് മോക്ക് തോന്നിയതായിരിക്കൂടാ. അല്ല അപ്പുസേ, ആരോ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൂസ് ഒന്ന് നോക്ക്. എന്ത് വീട്ടിൽ പോകുമ്പോ ആ മുൻവശത്തെ വാതിൽ അടച്ചിട്ട് പോണോന്ന് ഞാൻ നളിനോട് പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ട് ഇപ്പൊ അടയ്ക്കാതെ ആയിരിക്കും പോയേക്കുന്നത്. ഇനി ഏതെങ്കിലും കള്ളന്മാരായിരിക്കും അപ്പൂസേ. അതാ എനിക്കിപ്പോ സംശയം. മോള് വന്നേ, നമുക്ക് നോക്കാം. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അകത്തോട്ടൊക്കെ ഒന്ന് കേറി നോക്കപ്പൂസേ. ഏയ് ഇനി ചെരുപ്പ് എങ്ങാനും പുറത്തുണ്ടോ നോക്കട്ടെ. കള്ളനാണെങ്കിൽ ചെരുപ്പ് പുറത്തിടുവോ? മണ്ടത്തരം പറയല്ലേ അപ്പൂസേ. ഓ എന്നാലും നോക്കുന്നതിൽ എന്താ തെറ്റ്? എന്താ ചെരുപ്പ് കണ്ടോ അപ്പൂസേ? അത് പിന്നെ മോളല്ലേ പറഞ്ഞത്, അപ്പൊ പിന്നെ കാണുമോ? ആരും വന്നിട്ടില്ല. മോക്ക് വെറുതെ തോന്നിയതായിരിക്കും. പക്ഷെ എനിക്കൊരു മണം കിട്ടി. അത് പുതിയ മണവാ. എന്നാ പിന്നെ മോള് പോയി എല്ലായിടും നോക്ക്, മണം കിട്ടുമെന്ന്. എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട്. മോള് പോയി എല്ലായിടും പരിശോധിക്കുക കേട്ടോ. ഇവക്ക് കണ്ണ് കാണാൻ വയ്യ, എന്നിട്ടും എത്തേണ്ടടുത്ത് തന്നെ കൃത്യമായിട്ട് എത്തുന്നുണ്ടല്ലോ.
ഇവക്കിനി കണ്ണ് കാണാമോ? എന്നെ തന്നെയാണല്ലോ നോക്കുന്നേ. ഈ മുറിയില് ആർട്ടിയോ മണം അടിക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും ഉണ്ടോ? രണ്ടു ദിവസം കൂടി നിന്നിട്ട് പോയാ പോരായിരുന്നോ? ഇനി വരാൻ രാമനുമായിട്ട്. പിന്നെ കല്യാണവും നടക്കാൻ പോവല്ലേ. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു നിൽക്കാലോ. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു ചന്ദ്രികയെ. ഇടയ്ക്ക് രാമനും വരാതായപ്പോ ചിന്തിച്ചിട്ടുണ്ട്. രാമനും വരുന്നില്ല, കാലനും വിളിക്കുന്നില്ല എന്നൊക്കെ. അവൻ ആണ്ടിന് വന്ന ശേഷം ഇത്തിരി ജീവൻ വെച്ചത്. സങ്കടങ്ങളൊക്കെ അവസാനിക്കും അമ്മേ. കല്യാണം കഴിഞ്ഞാ പിന്നെ അമ്മയെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും. എനിക്ക് ആ തണുപ്പ് പറ്റില്ല മോളെ. വെള്ളം മാറി കുളിച്ചാ അപ്പൊ പനിയും വരും. എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മയ്ക്കൊപ്പം വന്ന് ഇവിടെ നിന്നോളാം. പിന്നെ സീത ആരാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. സീതയെ കാണുകയും ചെയ്തു. എന്നിട്ട് വെറുതെ പരിചയപ്പെട്ടു. എത്രയും പെട്ടെന്ന് സീതയോട് കല്യാണം കഴിക്കാൻ പറയമ്മേ. എന്നാ ഞങ്ങള് പോയിട്ട് വരട്ടെ. മോളെ, രാമനോട് ഇടയ്ക്കൊക്കെ ഒന്ന് വരാൻ പറയാമേ. ആരാന്നറിയില്ല മോളെ. ആരാ? എന്താ സാർമാരെ? ഞങ്ങൾ വിജിലൻസിന്നാ. ഞങ്ങൾക്ക് ഈ വീടൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. എന്താ സാറന്മാരെ കാര്യം? കാര്യമൊക്കെ പിന്നെ പറയാം. ആദ്യം ഞങ്ങൾ ഈ വീടൊന്ന് പരിശോധിക്കട്ടെ. ആരാണെന്ന് എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിന്നാ മതി. ആ, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. വാ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കാണും. അത് കണ്ടെടുക്കാൻ വന്നതായിരിക്കും. ഇതിനകത്ത് എന്തിരിക്കുന്നു? ഇനി നീ എങ്ങാനും വല്ല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? വന്നത് വിജിലൻസുകാരാ. പിന്നെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ആനമുട്ട. സാധാരണ വിജിലൻസുകാരൊക്കെ വരുന്നതേ ഉദ്യോഗസ്ഥർക്ക് പിന്നാലെയാ. അങ്ങനെയാണെങ്കില് അച്ഛന്റെ മോളായിരിക്കും എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ മുന്നേ കൊണ്ടേ പണം പഞ്ചാലും തിരിഞ്ഞു നോക്കാത്തോളാ കൊണ്ടേ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. ഇവന്മാരിനി വിജിലൻസ് തന്നെ ആയിരിക്കുമോ?
സർ ഈ മുറി ആയിരിക്കും. നമുക്ക് ആദ്യം ആ മുറി പരിശോധിക്കാം. അങ്ങോട്ട് പോ. താനാ ഷെൽഫ് നോക്ക്. സാർ അവിടെയൊന്നും കാണുന്നില്ല. ഇനി ഈ മുറി അല്ലേ? ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, എടാ പ്രതാപ, ഈ മുറിയിലൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ സീതയുടെ റൂമിൽ തന്നെയാണോ നോക്കുന്നേ? അതറിയില്ല. ഒരു മിനിറ്റ് പ്രതാപ, താനിവിടെ നിൽക്കി, ഞാൻ പോരാ. ഓ, ഈ സീതയുടെ മുറിയതാ. അതാ വലതുവശത്ത് കാണുന്ന മുറിയാ സാറേ. എന്താ സാറന്മാരെ? ഞങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അവരുടെ മുറി ഒന്ന് സെർച്ച് ചെയ്യട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നേ? വിജിലൻസിന്ന് ആള് വന്നിട്ടുണ്ട്. അതെന്തിന്? ഒന്നും അറിയത്തില്ല മോളെ. അവരിപ്പോ മോളുടെ മുറി പരിശോധിച്ചുകൊണ്ടിരിക്കുക. കൈക്കൂലി എന്തെങ്കിലും അതിനകത്തോണ്ട് വെച്ചിട്ടുണ്ടോ? 1 കോടിയുണ്ട്. അട്ടിയായിട്ട് വെച്ചിരിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവര് വന്നേ? പോയി തിരക്കാരുന്നില്ലേ? തിരക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അറിയാം. ഇനി ആരെങ്കിലും ചതിച്ചിട്ടുണ്ടായിരിക്കോ മോളെ? ശത്രുക്കൾ ഒരുപാടുണ്ട്. കൈക്കൂലി തരുമ്പോ വാങ്ങാത്തതുകൊണ്ടും കാര്യം നടത്തി കൊടുക്കാതിരിക്കുന്നതുകൊണ്ടും അമർഷമുള്ളവര്. കൈക്കൂലി വാങ്ങിയിട്ട് ജോലി ഒന്ന് പോയെങ്കിൽ അഹങ്കാരം ഇത്തിരി കുറഞ്ഞേനെ. സീതമ്മ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? നോക്കാം മോളെ. സീതമ്മയുടെ ജോലി പോവോ? അതൊന്നും അറിയില്ല. വെറുതെ തെരഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. സാറൊന്ന് വിളിച്ചു നോക്കൂ. ശരി. ഹലോ ഹലോ ഡോ, ഇത് എവിടെയാടോ വെച്ചിരിക്കുന്നേ? ആ എടോ, അവളുടെ റൂമിൽ ആ ഷെൽഫില്ലേ, അതിന്റെ അടിയിൽ ഡ്രോയർ തുറന്നു നോക്ക്. ആ ശരി, അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. എന്തെങ്കിലും കിട്ടിയോ സർ? ഞങ്ങൾ വന്നത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കിട്ടിയിരിക്കും. താൻ തുറന്നു നോക്കടോ. സർ, പാമ്പ്! അയ്യോ സാറേ, സാറേ, പാമ്പ്, പാമ്പ്! ആ പാമ്പിനടുത്ത് കളഞ്ഞേക്ക് സീതമ്മ. ഇനിയും എവിടെങ്കിലും നോക്കാനുണ്ടെങ്കിൽ നോക്കണം സർ. ഒരു വിരോധവും ഇല്ല. വാടോ. അല്ല, ഈ കളിപ്പാമ്പ് എങ്ങനെ ഈ ഡ്രോയിൽ വന്നു?
ഏ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. കുറെ ആലോചിക്കുന്നു കള്ളി. ആ എന്ത് അസംബന്ധമാ നിങ്ങൾ ഈ പറയുന്നേ? പാമ്പോ? ആ ഷെൽഫ് തുറന്ന് അതിലെ ഡ്രോയ്ക്കുള്ളിൽ 1 ലക്ഷം രൂപ ഞാൻ വെച്ചതാ. പറഞ്ഞിട്ട് എന്താടോ കാര്യം? ഫലത്തിൽ അവിടെ നോട്ടില്ല. പകരം കിട്ടിയതോ ഒരു കളിപ്പാമ്പിന്. അപ്പൊ പിന്നെ എന്റെ 1 ലക്ഷം രൂപ എന്തിയെ കത്തിപ്പോയോ? കാണാനില്ലെങ്കിൽ പിന്നെ പോയി എന്ന് കരുതണം. എന്താടോ താൻ ആലോചിക്കുന്നത്? ആ സമയത്ത് അവിടെ കാഴ്ചയില്ലാത്ത ഒരു കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചൊരു പാമ്പിനെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് പാമ്പിനെ എടുക്കുന്ന സമയത്തും സീതയ്ക്കൊപ്പം ആ കൊച്ചുണ്ടായിരുന്നു. അവള് പരിഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇടയ്ക്ക് എന്തോ നടന്നിട്ടുണ്ട്, അത് ഉറപ്പാ. എന്തായാലും ശരി, വെറുതെ 1 ലക്ഷം രൂപ കളയാൻ പറ്റത്തില്ല. അത് എങ്ങനെയാണെങ്കിലും തിരിച്ചെടുക്കണം. എങ്ങനെ എടുക്കാനാ? കയ്യിൽ കിട്ടിയെങ്കിൽ അത് അപ്പോഴേ മാറ്റിയിരിക്കും. ഓഹ്, ഒരു തരത്തിലും അവളെ കൊണ്ട് സ്വസ്ഥതയില്ല. ഇങ്ങനെയെങ്കിലും കുറച്ചുനാൾ അവളെ വീട്ടിലിരുത്താമെന്ന് വിചാരിച്ചതാ. അങ്ങനെ വരുമ്പോ മുടങ്ങിക്കിടക്കുന്ന പല പ്രോജക്റ്റുകളും എനിക്ക് പൊടി തട്ടി എടുക്കാൻ സാധിക്കുമായിരുന്നേ. പക്ഷേ ഇപ്പൊ എന്റെ പ്രതീക്ഷയൊക്കെ മങ്ങി. അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാതെ ഇനി ഒരു മുന്നേറ്റം എനിക്കുണ്ടാവത്തില്ല. തന്റെ തന്ത്രങ്ങൾ മണത്തെറിഞ്ഞ് തന്നെ വെട്ടിലാക്കിയവർ പെട്ടെന്നൊന്നും കീഴടങ്ങത്തില്ല. അത് എനിക്ക് മനസ്സിലായി. ശത്രുവിന് കരുത്ത് കൂടുമ്പോ നമ്മൾ കുറച്ചുകൂടി കരുതിയിരിക്കണോ അല്ലേ? അതെ, ഇതിന് പിന്നിൽ താനാണെന്ന് അറിഞ്ഞ തന്റെ ഒരു പേപ്പറിലും അവള് സൈൻ ചെയ്യില്ല. അത് ഓർമ്മ വേണം. എന്റെ ചാരു, ഇത് എന്തൊരു ചിരിയാ മോളെ, ഒന്ന് നിർത്ത്. എന്നാലും ഓഫീസർമാര് നന്നായിട്ട് ചമ്മി അല്ലേ സീതമ്മ? അത് പിന്നെ പറയണോ? ആട്ടെ, ആ പണം എന്റെ ചാരുമോൾ എവിടെയാ ഒളിപ്പിച്ചു വെച്ചേ? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും അമ്മൂസ് എന്ന പാമ്പിനെ കൊണ്ട് നല്ല പ്രയോജനം ഉണ്ടായി. സീതമ്മ വാ. എങ്ങോട്ട്? വാ, ഞാൻ പറയാം. ശരി. കിട്ടിയോ സീതമ്മ? ഇല്ല. ഈ ചെടിച്ചട്ടി തന്നെയാണോ മോള് കൊണ്ടുവച്ചത്? അതെ അതെ.